നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് പേടിയാവുന്നുണ്ട്. വസുന്ധരാന്റി നാളെ എന്നെ കൊന്നാലും അത് എന്റെ കുറ്റം കൊണ്ടാണെന്ന് എന്റെ ഭർത്താവ് പറയൂ. എന്റെ അമ്മ ആരെയും കൊല്ലില്ല. ഇന്ന് ആര് പറഞ്ഞു? കുറെ മനുഷ്യജീവികളാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ എന്റെ വീട്ടുകാരോട് ക്രൂരമായി പെരുമാറി അവര്. നാളെ എന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. അനാവശ്യം പറയരുത്. ഗൗതം, നീ മിണ്ടാതിരിക്കേ. അപ്പൊ ഇവള് പറയുന്നൊന്നും പാറു കേൾക്കുന്നില്ലേ? ഇവൾക്ക് എന്തും പറയാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണോ? നിന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ? ആ, നീ ക്ഷമിക്കണം മോളെ. ഗൗതമിനെല്ലാം വസുന്ധരയാണെന്ന് നിനക്ക് അറിയാലോ. എന്നോട് ദേഷ്യവും ഇവളോട് സഹതാവും. പാറു ഇവളുടെ അമ്മയും എന്റെ അമ്മായിയമ്മയും അല്ല. നീ മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ ചന്തിക്ക് ചട്ടുകം പഴിപ്പിച്ച് വയ്ക്കും ഞാൻ, കേട്ടോ കൊരങ്ങ. മോളെ, വസുന്ധര എതിർത്ത് ഈ വീട്ടിൽ ആരും ഒന്നും ചെയ്യില്ല. ഞാൻ പോലും എല്ലാം സഹിച്ചു ജീവിക്കുകയാണെന്ന് നിനക്കറിയാലോ. എല്ലാം സഹിക്കാൻ ഞാനും തയ്യാറാ. അതിലൊന്നും എനിക്കൊരു പരാതിയുമില്ല. പക്ഷെ എന്റെ പാവ അമ്മയെ കഠിനമായി അപമാനിച്ചപ്പോ അമ്മയ്ക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും ഗൗതം സാർ പറഞ്ഞിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടുത്തെ അടിമയായിട്ട് കഴിഞ്ഞേന്. എന്റെ അമ്മ ഒരു മനുഷ്യ സ്ത്രീയായി പോലും വസുന്ധരാന്റി പരിഗണിച്ചില്ല. ഇദ്ദേഹവും നിശബ്ദനായി നിന്നപ്പോ അതിന് കൂട്ടു നിൽക്കുകയല്ലേ ചെയ്തത്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഇവള് പറയുന്നതിലും കാര്യമില്ലേ? നിന്റെ അച്ഛന്റെ സപ്പോർട്ട് കൊണ്ടാ ഞാൻ ഇവിടെ പിടിച്ചു നിന്നെന്ന് നിനക്ക് നല്ലോണം അറിയാമല്ലോ. അതുകൊണ്ട് നീ ഇവളെ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ തന്നെ ഇവളെ ആശ്വസിപ്പിക്കേണ്ടത് ഞാനൊന്നും അല്ല, നീയാ. ഇവളുടെ മുറിവുകളിൽ കൂടുതൽ മുളകുപൊടി ഇടാതെ ഇത്തിരി തേൻ പുരട്ടി ആശ്വസിപ്പിക്കേ നിനക്കേ അതിന് പറ്റൂ.